ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഒരു സിറവുമാണ് തയ്യാറാക്കുന്നത്. നോക്കൂ, എത്ര പെർഫെക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കൂ. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് സ്യൂട്ടാവുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നീട് ഈ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഈ മഞ്ഞ് സമയമാകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ എൻ്റെ മോനാണ് എനിക്ക് നിവിയ വാങ്ങിക്കൊണ്ട് തന്നത്. നിവിയ ക്രീമുണ്ട്, അത് ബോഡി നമ്മൾ ഫേസ് ക്രീമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നിവിയ, ഒരു ബ്ലൂ കളറിൽ. ആ നിവിയ യൂസ് ചെയ്ത് ഇപ്പോൾ 2 വർഷം കൊണ്ട് ഞാൻ അതായിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇതൊന്ന് തയ്യാറാക്കിയതിന് ശേഷം ഒറ്റ ദിവസം ഞാൻ പുരട്ടിയതേ ഉള്ളൂ. ഞാൻ വേറെ ബാക്കിയെല്ലാം ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇതൊരു തവണയൊന്ന് തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യത്തുള്ളൂ. അത്രയ്ക്ക് നല്ലതാണ്. ഡ്രൈ സ്കിന്നുകാരതൊന്ന് ഒരു തവണയെങ്കിലും, എനിക്ക് വേണ്ടിയെങ്കിലും ഒരു തവണ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. കാരണം അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇതിന് വേണ്ടുന്നത് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ അതിൻ്റെ കൂടെ ഒരു 4-5 ഗ്രാമ്പൂവും കൂടി നന്നായിട്ടൊന്ന് നമ്മൾ കുക്കുംബർ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഒന്ന് അരച്ചെടുത്തത്. അരച്ച് കുക്കുംബറും അതേപോലെ നമ്മുടെ ആ ഗ്രാമ്പൂവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ട് വന്നിട്ടാണ്. അതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ. അതിന് ശേഷം നമ്മൾ അതിൽ അല്പം റോസ് വാട്ടർ കൂടി ചേർത്തു. എന്നുവെച്ചാൽ ആ കുക്കുംബറിൻ്റെ ആ മണം ഒന്ന് മാറാൻ വേണ്ടി റോസ് വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ആ റോസ് വാട്ടറിൻ്റെ ഗന്ധമായിരിക്കും. അപ്പോൾ നമ്മൾ അരച്ചു കൊണ്ട് വന്നിട്ട് നന്നായിട്ട് അതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. തുണിയിൽ തന്നെ അരിച്ചെടുക്കണം. നമുക്ക് നല്ല ജ്യൂസായിട്ട് നമുക്ക് കിട്ടിയത് കണ്ടോ. ഇനി അതിനുള്ള ആ ഒരു ജ്യൂസ് മൊത്തം നമുക്ക് ഇനി എടുക്കാം. എന്നിട്ട് ഈ കൊന്ത് നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറുപ്പുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ആ കറുപ്പിനൊക്കെ ഒരുപാട് വ്യത്യാസം വരും. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് സിറം തയ്യാറാക്കാം. അത് എന്നിട്ട് നമുക്കതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഒന്ന് ദേഹത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റാണ് ഈ കറുപ്പുള്ള ഭാഗത്തൊക്കെ ഇങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാറും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ നമ്മൾ ക്രീമുകളൊന്നും വാങ്ങില്ല, ഒരു മോയ്സ്ചറൈസറും നമ്മൾ വാങ്ങില്ല. ഇത് സ്കിന്ന് ബ്രൈറ്റനാക്കാനും അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും എല്ലാം നല്ലതാണ്. ഈ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ മാറാൻ, അതേപോലെ കറുത്ത പുള്ളികളൊക്കെ വീഴുമല്ലോ, പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ മാറാൻ നല്ലതാണ്. ഇനി ആ ജ്യൂസിലേക്ക് നമ്മൾ ഒരു 2 ഡ്രോപ്പ് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ വിറ്റമിൻ ഇയുടെ ഒരു തുള്ളി ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇച്ചിരി റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അന്നേരം ആ മണം അങ്ങ് മാറും. ഇനി ഒരു 1/2 സ്പൂണോളം കറ്റാർവാഴ ജെല്ല്, അലോവേര ജെല്ല് അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരല്പം റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ആ റോസ് വാട്ടറിൻ്റെ മണം ഇങ്ങനെ മുന്നേ നിൽക്കുമ്പോൾ നമുക്ക് കുക്കുംബറിൻ്റെ ചില ആളുകൾക്കൊന്നും കുക്കുംബറിൻ്റെ സ്മെല്ല് അത്ര അങ്ങോട്ട് പിടിക്കുകയില്ല. അപ്പോൾ നമുക്ക് റോസ് വാട്ടറിൻ്റെ ഗന്ധമായിരിക്കും അപ്പോൾ നന്നായിട്ട് കിട്ടുക. ഇതിന് നമുക്കൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പ്രേ ബോട്ടിലാക്കി മാറ്റാം. അപ്പോൾ നമ്മളുടെ സിറം തയ്യാറായിട്ടുണ്ട്. നല്ല ഒരു സിറമാണ്. ഈ മുഖത്തൊക്കെ കറുപ്പുള്ളിടത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് രാത്രി നമ്മൾ കിടക്കുന്നതിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട്. എന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്കത് കഴുകിക്കളയാം. ദേഹത്തെല്ലാം സ്പ്രേ ചെയ്താലും നല്ലതാണ്. പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ പോകാൻ നേരം ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇപ്പോൾ ഇത് തയ്യാറാക്കിയതിന് ശേഷമാണ് സ്വസ്ഥമായിട്ടൊന്നിരിക്കുന്നത്, ദേഹം ഡ്രൈ ആകാണ്ട്. സത്യം, നിങ്ങളിത് ഒരു തവണ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് സ്ഥിരം തയ്യാറാക്കി വയ്ക്കും വീട്ടിൽ. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണം. നമ്മൾ സിറം തയ്യാറാക്കിയത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ.
എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മളെടുത്ത് വെളിയിൽ വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം സെറം. നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പച്ച നിറം കളർ നമുക്ക് തോന്നുന്ന ആ കളറൊന്നും കാണില്ല. നമ്മുടെ സ്കിന്നിലോട്ട് ഒബ്സർവ് ആയി കഴിയുമ്പോൾ ആ ഒരു നിറമൊന്നും കാണില്ല. അതൊന്നും പേടിക്കേണ്ട കാര്യം. നോക്കൂ, എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ അങ്ങ് കയ്യിലേക്ക് ഒബ്സർവായി നല്ല സ്മൂത്തായിട്ടിരിക്കും. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ക്രീം തയ്യാറാക്കാം. ക്യാമറ തിരിഞ്ഞു പോയിരുന്നില്ലേ. നമ്മളിനി ആ എടുത്ത് ജ്യൂസ് കൊണ്ടുവന്നത് നമ്മൾ ആ അരിച്ചു വെച്ചിരുന്ന ജ്യൂസ് കൊണ്ടുവന്നിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലൊന്നും ചേർക്കരുത്, ഒരു ലേശം ഒന്ന് തിക്കാകാൻ വേണ്ടി മാത്രം. ആ കോൺഫ്ലവർ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റനാക്കാൻ വളരെ നല്ലതാണ്. അതൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ കോൺഫ്ലവർ ചേർത്തുകൊണ്ടാണ് അതിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ സിറത്തിൻ്റെ കളറല്ല ഇപ്പോൾ നമ്മുടെ ക്രീമിന് ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു മഞ്ഞ കളറോളം വന്നിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് ആ ഒരു കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്തത് അത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതൊന്ന് ഗ്ലാസ് ഫോമായി വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ജ്യൂസ് നന്നായിട്ട് വറ്റിയും വരും. സിറം ഏറ്റവും ബെസ്റ്റാണ്. അത് ഫേസിലെ കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരത്തിൽ എവിടെ കറുപ്പുണ്ടായാലും അതെല്ലാം മാറും. ഈ സലാലയിലെ മഞ്ഞും കാറ്റും വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ക്രീമുകൾ ഞാൻ തയ്യാറാക്കി ഓരോന്ന് പരീക്ഷിച്ച് എനിക്ക് വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. വീഡിയോ എടുത്താലും ഞാനിത് തയ്യാറാക്കി ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അത് നല്ലതാണെങ്കിൽ മാത്രം. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല ക്രീമായതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് തന്നെ ഈ മഞ്ഞ് സമയത്ത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ വേണ്ടേ നമ്മൾ ചെയ്യാൻ. പിന്നെ വൃശ്ചിക മാസമാണ്, അതുകൊണ്ടാണ് നോൺ വെജിൻ്റെ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. നന്നായിട്ട് അതൊന്ന് വറ്റി വരട്ടെ, അതൊന്ന് കുറുകി വരട്ടെ. ഈ ബൗൾ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല, അത് അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ ബൗൾ തന്നെ ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇത് ആ നമ്മൾ ആ കോൺഫ്ലവർ ചേർത്ത് ആ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും കുറച്ചും കൂടി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കൂ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇങ്ങനെ നല്ല ടിപ്സുകളുമായിട്ട് ഞാൻ ഇനി വരാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും കൂടെ ഒന്ന് സഹായിക്കുക. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇന്ന് ഡ്രൈ സ്കിന്നുകൊണ്ട് ഞാൻ വലയുകയായിരുന്നു ഇവിടെ. നമ്മൾ ഈ നമ്മുടെ പെട്രോളിയം ജെല്ലി അതൊന്നും എനിക്ക് അപ്ലൈ ചെയ്യാനൊക്കത്തില്ല. അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരീരമൊക്കെ അങ്ങ് ചൊറിച്ചിലാണ് അത് പുരട്ടി കഴിഞ്ഞാൽ. പിന്നെ നാട്ടിൽ നിന്നും സെബോളിൻ എന്നും പറഞ്ഞൊരു ക്രീം കൊണ്ടുവരുമായിരുന്നു. അതൊക്കെ അപ്ലൈ ചെയ്താൽ വലിയ പ്രശ്നമില്ല. എങ്കിൽ തന്നെയും അത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ഡ്രൈ ആവും. പക്ഷേ ഇത് ഞാൻ രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വൈകിട്ടായിട്ട് കുളിച്ചിട്ട് വന്നിട്ട് അപ്ലൈ ചെയ്തത് പിന്നീട് വൈകിട്ടായിട്ടും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ രാത്രിയിൽ പ്രശ്നമില്ലാഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടാണ് കിടന്നത്. ഇത് നോക്കൂ, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്.
എൻ്റെ പൊന്നോ, ഞാൻ എത്ര ബുദ്ധിമുട്ടിയെന്നറിയാമോ ഈ ഡ്രൈ സ്കിന്ന് കാരണം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിനും ഏറ്റവും ബെസ്റ്റാണ് ഡ്രൈ സ്കിന്നായിരിക്കും കേട്ടോ. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 2-3 ഡ്രോപ്സ് നമ്മുടെ വിറ്റമിൻ ഇ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാൻ ഈ അലോവേര ജെല്ലൊക്കെ ശരിക്കും വാരി അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ദേഹത്ത് ഡ്രൈ ആവുന്നതിന്. പക്ഷേ അതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇത് ഞാൻ രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വൈകിട്ട് ഞാൻ വേണ്ടിയിട്ടല്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങ് അപ്ലൈ ചെയ്തതന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നമ്മൾ അലോവേര ജെല്ല് ഒരു 2.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇത് ഞാൻ മിക്സ് ചെയ്ത് ഒരുപാട് സമയം മിക്സ് ചെയ്ത് കേട്ടോ. ഒരു 2-3 മിനിറ്റോളം ഞാൻ മിക്സ് ചെയ്ത് അത് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുതലായി പോകുന്നു. അതുകൊണ്ടാണ് അത്രയും ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്ത് വീഡിയോ എടുത്തത്. ഇനി ഇത് നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കുകയൊന്നും വേണ്ട, നമ്മൾ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. ഇതൊരു 10 ദിവസത്തേക്കുള്ളത് നമ്മൾ തയ്യാറാക്കി വെക്കുക. കൂടുതൽ ദിവസത്തേക്ക് തയ്യാറാക്കണ്ട. 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണം കണ്ടു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് തയ്യാറാക്കും. അതുകൊണ്ടാണ് പറഞ്ഞാൽ 10 ദിവസത്തേക്ക് 1 കുക്കുംബർ കൊണ്ട് നമ്മൾ തയ്യാറാക്കുക. പിന്നീട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക്, ഡ്രൈ സ്കിന്നുള്ളവർ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. നോക്ക്, നല്ല സ്ട്രെച്ചർ കിട്ടി. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീമിൻ്റെ അതേ ഒരു ഫോമിൽ തന്നെ നമുക്ക് കിട്ടി. നോക്കൂ, എൻ്റെ സോണ വന്നിരുന്നു, സോണയും മോളും ലക്ഷ്മിയും വന്നിരുന്നു. അവരത് കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സർട്ടിഫിക്കറ്റ് മതി എനിക്ക്. അവർ 2 ആളും വന്ന് അപ്ലൈ ചെയ്തു. അവർക്ക് 2 ആൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഷീജ ഇതെന്താ, ഇതിൻ്റെ ഒരു ഗന്ധം എന്താണിത്, ഇത്ര ഭംഗിയിലാണ് ഷീജ ഇത് തയ്യാറാക്കിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സോണയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ലിപ് ബാം, മറ്റേ നമ്മുടെ ബദാം ക്രീം, ഇതെല്ലാം അവർ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. നിങ്ങൾ എല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഒബ്സർവ് ആയിക്കോളൂ. എൻ്റെ പൊന്നോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത്രയും നല്ല ഒരു ക്രീമായിരിക്കും ഇതെന്ന്. ഇത് നമ്മൾ മോയ്സ്ചറൈസറുമായിട്ട് മാത്രമല്ല നമ്മുടെ മുഖത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. കറുപ്പുള്ള ഭാഗത്തൊക്കെ പുരട്ടി കഴിഞ്ഞാൽ നമുക്കത് ആ കറുപ്പൊക്കെ മാറിക്കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒരു വരണ്ട ഇത് മാറും, ചുളിവുകളൊക്കെ മാറിക്കിട്ടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഞാൻ ഇനി ഇത് ജീവിതകാലം മൊത്തം ഇത് ഞാൻ തയ്യാറാക്കി ഉപയോഗിക്കും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ഒരു ക്രീം പുരട്ടിയിട്ടും എനിക്ക് കിട്ടാത്ത ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇത് പുരട്ടിയപ്പോഴും എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇനി ഇതെൻ്റെ സന്തത സഹചാരിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.